നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, ആ ചത്ത മായമ്മയുടെ അനിയത്തി മന്ദാകിനി അവിടെ എത്തിയിട്ടുണ്ട്. അവളെ ഒന്ന് കയ്യിലെടുക്കണം. എന്തെങ്കിലും ഓഫർ ചെയ്തേക്ക്. ശരി മാഡം. അവളെ കൊണ്ട് മാക്സിമം മുതലെടുപ്പിക്കണം. മീഡിയക്കാരുടെ മുന്നിൽ നിർത്തി ജയറാമിനെ ശരിക്കും ചീത്ത വിളിപ്പിക്കണം. ഏറ്റു മാഡം. അവൻ ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്. അതിനുള്ള എല്ലാ എവിഡൻസും ഉണ്ടാക്കിക്കോണം. ഓക്കെ മാഡം. അവനെ കൊണ്ട് അവരിങ്ങ് വരുന്നതിന് മുമ്പ് ഞാൻ മന്ദാകിനെ കൊണ്ട് ഡീൽ ചെയ്യാം. ശരി. ഓക്കെ മാഡം. കൊല്ലപ്പെട്ട മായമ്മയുടെ സഹോദരിയല്ലേ? അതെ, ഒരേ ഒരു സഹോദരി. മായമ്മ കൊലക്കേസിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതൊരു ആസൂത്രിതമായ കൊലപാതകം. ജയരാമന എന്റെ അനിയത്തെ കൊന്നത്. ജയരാമനെ ജയിലടയ്ക്കുക. എല്ലാ കുറ്റവാളികളോടും ഞങ്ങൾ ആദ്യം പറയുന്ന വാക്ക് നിങ്ങളോടും പറയുന്നു. നിങ്ങളോട് ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായി ഉത്തരം പറഞ്ഞാൽ ഈ ചടങ്ങ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞാൻ അസത്യം പറയുന്നത് എന്തിനാ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത് ഞങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാക്കുകളാ. അത് വിട്ടേക്ക്. മായമ്മയെ കൊന്നത് നിങ്ങളാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. അത് നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള തെളിവുകളിലൂടെയാണ്. നിങ്ങളെല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനൊരു ക്രൂരനൊന്നും അല്ല. ആ പാവത്തെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ? ഒരു അനാഥ കുഞ്ഞിനെ വേട്ടയാടാൻ വേണ്ടി സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഞാനൊരു കാപാലികനല്ല സർ. ആ സ്ത്രീയുടെ മരണം തന്നെ എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിരിക്കുക. എനിക്ക് അവരുടെ അനുകമ്പയുണ്ടായിരുന്നു, അലിവുണ്ടായിരുന്നു. ചെറുപ്പക്കാരികളായ സ്ത്രീകളോടുള്ള നിങ്ങളുടെ അനുകമ്പ വളരെ പ്രസിദ്ധമാണല്ലോ. മറ്റൊരു സ്ത്രീയോടുള്ള അനുകമ്പ പരിധി വിട്ടിട്ടാണല്ലോ അവരെ ഫ്ളാറ്റിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊന്നത്. ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാ. അതിവിടെ കുത്തിപ്പൊക്കേണ്ട കാര്യമില്ല. കോടതി വെറുതെ വിട്ടെന്ന് കരുതി അതൊരു കൊലപാതകം അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇൻസ്പെക്ടർ പറയുന്നത് കോടതി അലക്ഷ്യ. യു ആർ എ ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. തുറന്നു പറയൂ, മായമ്മയെ കൊല്ലാനുള്ള കാരണം എന്തായിരുന്നു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.